ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടനിലെ ജോലികളിൽ തദ്ദേശീയരെക്കാൾ അധികവും കയറിയത് ഇന്ത്യൻ പൗരന്മാർ. യുകെയുടെ പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. താപനിലകൾ 33 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ്. ഹൗസ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ബ്രിട്ടീഷ് പൗരന്മാർക്ക് മുൻഗണന നൽകുവാനുള്ള പദ്ധതി ഉപേക്ഷിച്ചു. ഏതൻസിൽ കാട്ടുതീ പടരുന്നു. മാറ്റിപ്പാർപ്പിച്ചത് ആയിരങ്ങളെ. കൊടും ചൂടിൽ സഹായം എത്തിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ. ചെയ്യാത്ത ഇരട്ടക്കൊലയ്ക്ക് തടവിൽ കഴിഞ്ഞത് 38 വർഷം. ഒടുവിൽ ഇന്ത്യൻ വംശജന് അമേരിക്കയിലെ ജയിലിൽ ദാരുണാന്ത്യം. റഷ്യയ്ക്ക് വൻ തിരിച്ചടി. 28 ഗ്രാമങ്ങൾ യുക്രൈൻ പിടിച്ചെടുത്തു. ഉചിതമായ മറുപടി നൽകുമെന്ന് പുടിൻ. ഗസയിൽ പരക്കെ ആക്രമണവും കൂട്ടക്കൊലയും തുടർന്ന ഇസ്രായേൽ. സഹായ വിതരണം തടയുന്നതായി UN. തോളത്ത് വെച്ച് അനായാസം തൊടുക്കാം. തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്ക് വേദ മിസൈൽ പരീക്ഷണം വിജയകരം. അദാനിക്കെതിരായ അന്വേഷണം സെബി വേഗത്തിൽ പൂർത്തിയാക്കണം. സുപ്രീം കോടതിയിൽ ഹർജി. ISROയുടെ EOS 08 വിക്ഷേപണം സ്വാതന്ത്ര്യദിനത്തിനല്ല, തീയതി മാറ്റി. ഓഗസ്റ്റ് 16 വിക്ഷേപിക്കും. ഉരുൾപൊട്ടൽ വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് VD സതീശൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി.